അപ്പോൾ ഈ കേദാർനാഥ് ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിന് മേൽക്കൊരു ഒറ്റക്കല്ലാണ്. അപ്പോൾ ആ കാലത്ത് വളരെ നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഒരു ക്ഷേത്രം അല്ലെങ്കിൽ സഹസ്രാബ്ദങ്ങളുടെ പഴക്കമുള്ള ക്ഷേത്രത്തിൽ പ്രത്യേകിച്ചും അവിടെ ഇത്രയും വലിയൊരു കല്ല് ഇതിൻ്റെ മേൽക്കൂരയ്ക്ക് എങ്ങനെ വെച്ചു എന്നുള്ളത് ഇപ്പോഴും അജ്ഞാതമാണ്. അപ്പോൾ ഭീമനാണ് ആ കല്ല് വെച്ചത് എന്നാണ് സങ്കല്പം. ഭീമനാണ് അവർ ഇത്രയും വലിയൊരു കല്ല് ഇതിൻ്റെ മേലെ എടുത്തത്. ഇപ്പം നമ്മൾ ബദ്രീനാഥിലെ ഭീം ഫൂൽ പറയുന്നത് പോലെയാണ്, ഭീമൻ എടുത്തു വെച്ച കല്ലാണ് ഭീം ഫൂൽ. അതേപോലെ വലിയൊരു കല്ല് ഇതിൻ്റെ മേലെ നമുക്ക് കാണാം. ഞാൻ നേരിട്ട് കണ്ടതാണ്. വലിയൊരു ഏകശിലയാണ്. ഈ ക്ഷേത്രത്തിന് ഈ മനോഹരമായിട്ടുള്ള ഈ ക്ഷേത്രം അതിന് പുറകിൽ നമുക്ക് പ്രദക്ഷിണ മാർഗ്ഗങ്ങളൊക്കെ ഉണ്ട്. ആ പ്രദക്ഷിണ മാർഗ്ഗം മുഴുവൻ സുനാമി വന്ന സമയത്ത് വെള്ളം മേലെ നിന്ന് ഒരുമിച്ച് വന്ന സമയത്ത് വലിയൊരു കല്ല് മേഘസ്ഫോടനം വന്ന സമയത്ത് ഒരു ഭീമാകാരനായ കല്ല് വന്നിട്ട് അവിടെ കണ്ടു നിന്നു. അതുകൊണ്ടാണ് മേലെ നിന്ന് പിന്നീട് ധാരാളം കല്ലുകളും വെള്ളങ്ങളും വന്ന സമയത്ത് അത് നേരെ ക്ഷേത്രം തകരേണ്ടതായിരുന്നു. പക്ഷേ ഈ കല്ല് ആദ്യം തന്നെ വന്ന് നിന്നതുകൊണ്ട് പിന്നീട് ഇത് രണ്ട് ഭാഗത്തോട്ട് ഒഴുകി അങ്ങ് പോയി.